بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹാനുഭൂതി ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. അള്ളാഹുവിൻ്റെ നരകമോചിതർ എന്ന പട്ടിക തയ്യാറാക്കുന്ന ആ സന്ദർഭത്തിൽ നരകമോചിതർ ആവാനുള്ള യോഗ്യത അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൽ എല്ലാവരും കാത്തിരിക്കുന്നതും റമളാനിലെ കൂടുതൽ അധ്വാനം ചെന്നു ചേരുന്നതും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ മഹത്തായ അനുഭവത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പോലും അത് ആഗ്രഹിച്ചിട്ടുണ്ട്. സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിന് ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദറിന്റെ അനുഭവത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും അള്ളാഹുവോട് അത് സംബന്ധമായി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫല പ്രവാഹത്തിൽ എനിക്കും അംഗമാവണം അല്ലാഹ്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ ഭാഗമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ മുന്നേ ഉള്ള സമയത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അന്ന് ദുആ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാൻ അവസരം ഉണ്ടെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിക്ക് ലൈലത്തുൽ ഖദറിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി നിർണയത്തിന്റെ രാവ് എന്ന് പറയാം. അതിന് അന്നത്തെ ദിവസം 1000 മാസങ്ങൾക്ക് അമല് കൊണ്ട് അള്ളാഹു നൽകുന്ന പരിഗണന എന്തോ അതിനേക്കാൾ എന്നാ പറഞ്ഞത്. ഖൈറും മിൻ അൽഫി ശഹർ. അതിനേക്കാൾ എന്ന് പറഞ്ഞത് എത്രയാണെന്ന് നമുക്കറിയില്ല. 1001 1000 മാസത്തെ തുടർച്ചയായ സ്വീകാര്യമായ അമലിന്റെ ശ്രേഷ്ഠത അല്ല അതിനേക്കാൾ. അതിനേക്കാൾ എന്ന് പറയുന്നത് എത്ര വലിയ തോതിലാണ് അള്ളാഹു കണക്കാക്കുക. പടച്ചറബിന്റെ കയ്യിലുള്ളത് ഇരട്ടി. അത് ഒരു ഇരട്ടിയല്ല. അവന്റെ നന്മയുടെ രംഗത്തെ ഇരട്ടിപ്പിക്കൽ തുടങ്ങുന്നത് തന്നെ ചില സന്ദർഭങ്ങൾ ഹദീസ് പറയുന്നത് 7 എന്നാണ്, ചിലത് 10 ആണ്. 7, 70, 7000 അങ്ങനെ പോവും. 10, 100 അങ്ങനെ പോവും. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഇരട്ടിപ്പിക്കൽ ചിന്തിച്ചാൽ 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്യുകയും ആ ഇബാദത്ത് അള്ളാഹു കബൂലാക്കുകയും ചെയ്താൽ 1000 മാസം നിരന്തരം ഇബാദത്ത് ചെയ്തു വിശ്രമമില്ലാതെ, എന്നാൽ അള്ളാഹു അത് കബൂലാക്കുകയും ചെയ്താൽ എന്താണോ പരിഗണന, ആ പരിഗണന തന്നെ ചിന്തിക്കാൻ കഴിയില്ല. അതിനേക്കാൾ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടുള്ള അതിനേക്കാൾ എത്ര ഇരട്ടിയാ പിന്നെ അള്ളാഹു അതിലേക്ക് ആഡ് ചെയ്യുക എന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു പ്രതിഫലം നമ്മുടെ ഏടിൽ രേഖപ്പെടുത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ സമയത്തെയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാം. മുഅ്മിനാണോ ലൈലത്തുൽ ഖദറിനോട് ആർത്തി ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ രാവ് മുഴുവനും ഹയാത്താക്കണം എന്നില്ല. ആ ഹയാത്താക്കലിൽ ഏതെങ്കിലും ഒന്ന് ആ രാവിന്റെ സന്ദർഭത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ട പ്രതിഫലമുണ്ടെന്നാണ്.
അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കാം. അള്ളാഹു കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. എന്റെ അടിമ ഒന്ന് ചോദിച്ചാൽ മതി, അത്രയുണ്ട് അവന്റെ കയ്യിൽ കൊടുക്കാൻ. ഒന്ന് കാത്തിരിക്കാവണ്. കാത്തിരിക്കുന്നത് ഒന്ന് ചോദിച്ച് കിട്ടിയാ കൊടുക്കാൻ വേണ്ടിട്ട്. എന്തേ എന്നിട്ടും ചോദിക്കാത്തത്? എന്തേ അതിനുവേണ്ടി ഒന്നും ഒരുങ്ങാത്തത്? അത്ര മോശമാവാൻ പറ്റുമോ? പരിശുദ്ധ റമളാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ ലൈലത്തുൽ ഖദറിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായേ പറ്റൂ. ഈ ആയുസ് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യാനുള്ളതാണല്ലോ. ഉറപ്പായും ചോദിക്കൂലോ, അള്ളാഹുവേ, ഒരു ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റമളാന് ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു പരിശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഒരു ഉത്തരമെങ്കിലും പറയാൻ നാണം കെട്ട് തല താഴ്ത്തിപ്പിടിച്ചു നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരായുസ് കൊണ്ട് നമുക്ക് കഴിയണം. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുങ്ങേണ്ടതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഹയാത്താക്കാൻ ഉദ്ദേശിച്ച ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? രാത്രിയാണല്ലോ ഹയാത്താക്കുന്നത്. രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആദ്യം സുന്നത്ത് മുസ്തഹബ്ബുൻ നൗം വഖ്തൽ ലഹീറ ഇൻ അംകന. ആരും ശ്രദ്ധിക്കാറില്ല. സാധിക്കുമെങ്കിൽ പകല് കിടന്ന് ഉറങ്ങണം. സുന്നത്താണിത്. ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആള്, ഹയാത്താക്കാന്ന് പറഞ്ഞാൽ അമൽ ചെയ്തുകൊണ്ട് ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ആരോഗ്യം ശ്രദ്ധിക്കണം. അന്ന് രാത്രി ഹയാത്താക്കാനുള്ളതാണെങ്കിൽ പകല് ക്ഷീണം വരുന്ന കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല. ഒരു ദീർഘയാത്ര, പകല് ദീർഘയാത്ര, രാത്രി ഹയാത്താക്കൽ പറ്റൂല. ഒരു മനുഷ്യനെ ആസ്വദിച്ച് വേണം ഹയാത്താക്കൽ നടക്കേണ്ടത്. ആസ്വദിച്ച് വേണം, ഏകാഗ്രത. ആ ഒരു രാത്രി മൊബൈലിനെ കുറച്ച് അകറ്റി നിർത്താൻ കഴിയണം. സ്ത്രീകൾക്ക് പിന്നെ അത് പ്രശ്നമല്ല. അവർ നോർമൽ ടൈമിൽ തന്നെ മൊബൈലായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ പുറത്തുനിന്ന് ഭർത്താവ് ഒരു 10 പ്രാവശ്യം വിളിച്ചാലോ ചിലപ്പോ അവരെടുക്കുക. അത് ദുനിയാവിൽ അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ഒരു 5 മിനിറ്റ് ഇതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. അപ്പോൾ രാത്രിയിൽ ഹയാത്താക്കണോ, പകലിൽ അതിന്റെ ഒരുക്കങ്ങൾ വേണം. ദീർഘയാത്രകൾ, ഒരുപാട് വെയിൽ കൊണ്ട് ക്ഷീണിക്കുന്ന അവസ്ഥകൾ പകല് പാടില്ല. പറ്റുമെങ്കിൽ ഇൻ അംകന, പറ്റുമെങ്കിൽ പകല് നന്നായി ഉറങ്ങിയിരിക്കണം എന്നതാണ് ഒന്നാമത്തേത്. മാത്രവുമല്ല, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ആ രാത്രിയെ അവൻ നേരിടണം. അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. നോമ്പുതുറ കഴിഞ്ഞാൽ ഒരു ലിമിറ്റില് ഒരുപാട് ഭക്ഷണം കൊണ്ട് വയറ് നിറച്ച് ക്ഷീണിതനാവരുത്. വയറ് നിറഞ്ഞ അപ്പോ ഉറങ്ങും. അപ്പോൾ ഉറങ്ങുക എന്നത്, ചില ആളുകൾ ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബെഡ്ഷീറ്റും ഒരു തലയണയായിട്ട് പള്ളിയിലേക്ക് വരും. എന്തിനാണ് ഹയാത്താക്കാൻ പോവാ? അത് ഹയാത്താക്കലല്ല, അത് മമാത്താക്കലാണ്. ഉറങ്ങണ്ടെന്നല്ല പറഞ്ഞത്. ഉറക്കവും എഴുത്തിക്കാഫിന്റെ നെയ്യത്ത് കൊണ്ട് അമലാണ്. അതൊക്കെ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷനാണ്. അമൽ ചെയ്യാൻ 1 മണിക്കൂറാ കിട്ടുള്ളെങ്കിൽ അത് ആസ്വദിച്ച് തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫഹാദാ യുസാഇദു അലാ ഇഹ്യാഇൽ ലൈലത്തി ബിനശാത്തിൻ വതാഖ. ഈ പറയപ്പെട്ട പോലെ പകല് ക്ഷീണമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി, രാത്രിയിൽ നേരത്തെ ഉറക്കം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ പകലിൽ ഒഴിവാക്കി, ദീർഘയാത്രകൾ, വെയിലുകൊള്ളൽ, കഠിനാധ്വാനങ്ങളൊക്കെ ഒഴിവാക്കി പകല് ഒരല്പം ഉറങ്ങാൻ കിട്ടിയാൽ ഉറങ്ങുകയൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കണം. അതെന്തിനാണ്? യുസാഇദു അലാ ഇഹ്യാഇൽ ലൈല, ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ സഹായകരമാണിത്. ബിനശാത്തിൻ വതാഖ, ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും. ഇത് രണ്ടും വേണേ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളതായ വഴക്ക് പണക്കങ്ങളിലേക്കൊക്കെ ഒന്ന് പോയതുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തെടുത്ത് പകല് തന്നെ അത് പരിഹരിച്ച് റെഡിയായി നിന്നോണം. പകല് തന്നെ അത് പരിഹരിച്ച് പൊരുത്തപ്പെടിക്കലൊക്കെ നടത്തി റെഡിയായി നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് വാപ്പായും മകനും തമ്മിൽ ഒരു ചെറിയ എന്തോ വാക്കുതർക്കമുണ്ടായത്. പകല് തന്നെ വാപ്പാനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. രാത്രി ലൈലത്തുൽ ഖദർ ഹയാത്താക്കുന്ന ആണുങ്ങൾ
പകല് മരണപ്പെട്ടു പോയ കാരണവന്മാർക്കൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യൽ നല്ലതാണ്, ഒരു പൊരുത്തം നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. പിന്നെ കേട്ടോളൂ, ആ രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കേണ്ട രാവ് ഏത് രാവാണോ ആ രാത്രിയിൽ നമുക്ക് 17 മുതൽക്ക് തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 17 മുതൽക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് തുടങ്ങണം. 17-ാം രാവ് മുതൽ 7 രാത്രികൾ, 17, 19, 21, 23, 25, 27, 29. കാരണം ഈ 7 എന്ന കണക്ക് ആഴ്ചയിൽ ഓരോ ദിവസം അടിസ്ഥാനപ്പെടുത്തി ലൈലത്തുൽ ഖദ്ർ മാറി വരും. റമദാന്റെ പിറവി ചൊവ്വാഴ്ചയാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്നാ പറഞ്ഞത്? 27-ാം രാവിനാവാനാണ് സാധ്യത. ബുധനാകുമ്പോ മറ്റൊരു ദിവസം, വ്യാഴം മറ്റൊരു ദിവസം, അങ്ങനെ 7 ദിവസങ്ങളിൽ 7 തരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പരീക്ഷിച്ചറിഞ്ഞ അറിവാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, റമദാന്റെ അവസാനത്തെ എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഒറ്റരാവ് മാത്രമല്ല, ഒറ്റരാവിൽ കൂടുതൽ സാധ്യത, എന്നാലും കുറഞ്ഞ സാധ്യതയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഹയാത്താക്കുക എന്നത് 1 മണിക്കൂറെങ്കിലും ഹയാത്താക്കാൻ മാറ്റിവെക്കാം. അത് പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്ന ആണുങ്ങൾക്ക് അങ്ങനെ, പള്ളിയിലേക്ക് വരുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടി വീട്ടിലാണ് കംഫർട്ട്, എന്നാൽ ഹയാത്താക്കൽ ഒഴിവാക്കണ്ട. ഹയാത്താക്കുന്നിടത്ത് ആ രാത്രിയിൽ നമ്മുടെ നിസ്കാരങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മിനൽ മുസ്തഹബ്ബി ഫിൽ ലൈലത്തിൽ ഖദ്ർ ഫി ലൈലത്തിൽ ഖദ്രി അൽഇക്താറു മിനസ് സ്വലാഹ്. നിസ്കാരം വർദ്ധിപ്പിക്കണം. അന്നത്തെ രാത്രി നിസ്കാരം വർദ്ധിപ്പിക്കണം. അത് ഫർദ് ഖളാ വീട്ടിക്കൊണ്ടാവാം, അതുപോലെ തന്നെ ചില പ്രത്യേകമായ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ബിഖാസത്തിൻ ഫി സുലുസിൽ അഖീരി മിൻ ഹാദിഹിൽ ലൈല, രാവിന്റെ അവസാനത്തെ 1/3 നിസ്കാരം കൊണ്ട് ഹയാത്താക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. രാത്രിയുടെ, അതായത് സുബഹിയുടെ മുമ്പുള്ള സമയത്തേക്ക് നിസ്കാരങ്ങളെ മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഏതായാലും അന്നത്തെ ദിവസം തസ്ബീഹ് നിസ്കരിക്കാം. അന്നത്തെ ദിവസം ആ രാവിലെ തസ്ബീഹ് നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരമൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ ദീർഘമാക്കുന്നില്ല. തസ്ബീഹ് നിസ്കാരം ആ രാത്രിയിൽ നിസ്കരിക്കാവുന്നതാണ്. രാത്രിയിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ രണ്ട് റക്അത്തിലെ സലാം വീട്ടിലാണ് അഫ്ദൽ. പകലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒറ്റ സലാമിൽ ഒരുമിച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. 2ആയിട്ട് നിസ്കരിച്ചാലും കുഴപ്പമില്ല, തസ്ബീഹ് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഹയാത്താക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തഹജ്ജുദിന്റെ കാര്യം അവിടെ ചോദ്യമാണ്. ഉറങ്ങാതിരിക്കുന്നതിനാണ് ഹയാത്താക്ക എന്ന് പറയാം. അപ്പൊ ഒരു പക്ഷേ തഹജ്ജുദ് ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി തഹജ്ജുദിന് വേണ്ടി ഒരാൾ ഉറങ്ങുമെങ്കിൽ അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവ്വാബി നിസ്കാരം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അവ്വാബി നിസ്കാരം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കുറെ ആളുകൾ, പുതിയ ആളുകൾ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. അവ്വാബി നിസ്കാരം വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു പറയാം. അവ്വാബി നിസ്കാരം എന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ്. ആ അവ്വാബി നിസ്കാരം ഒരാള് നിസ്കരിക്കുക വഴി ആ മനുഷ്യന്റെ ഈമാൻ സലാമത്താകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുൽ ബക്രി അവിടുത്തെ ഇആനത്തു താലിബീനിൽ ഹദീസ് പറയുന്നതായി കാണാം. മൻ ഹബ്ബാനി ഹഫളല്ലാഹു അലൈഹി ഈമാന, അല്ലാഹു തന്റെ ഈമാൻ സംരക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുസല്ലി റക്അത്തൈനി ബഅദ സുന്നത്തുൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം 2 റക്അത്തെങ്കിലും നിസ്കരിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെ സുന്നത്തിന് ശേഷം 2 റക്അത്തെങ്കിലും, അത് അവ്വാബി നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ അവൻ ഓതേണ്ടത് ഫീ കുല്ലി റക്അത്തിൻ, ഓരോ റക്അത്തിലും ഓതേണ്ടത് ഒരു ഫാത്തിഹ, സാധാരണ ഓതുന്ന ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 6 എണ്ണവും ഫലഖ് 1 എണ്ണവും നാസ് 1 എണ്ണവും, അങ്ങനെയാണ് ഓതേണ്ടത്. എല്ലാ റക്അത്തിലും അങ്ങനെയാണ് അവ്വാബി നിസ്കരിക്കേണ്ടത്. അവ്വാബി നിസ്കാരം 6 റക്അത്ത് നിസ്കരിക്കാം. 20 മുതൽ താഴേക്ക് ഈ 2 റക്അത്തുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് 6 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം. പക്ഷെ ഒരു നിബന്ധനയുള്ളൂ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ പിന്നെ വേറെ സംസാരങ്ങൾ പാടില്ല. വർത്താനം കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അവ്വാബിന്റെ ചാൻസ് പോയി. അപ്പൊ അവ്വാബി നിസ്കരിക്കാവുന്നതാണ്. വേഗം പറയാം, അവ്വാബി നിസ്കാരങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ ആ രാത്രിയില് സൂറത്ത് യാസീൻ
തബാരക, വാഖിഅ, അങ്ങനെ പതിവാക്കേണ്ട സൂറത്തുകളൊക്കെ ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് ഈ 3 സൂറത്തെങ്കിലും ഹയാത്താക്കുന്ന രാത്രിയിൽ നമ്മൾ ഓതി വെച്ചേക്കണം. ഏതൊക്കെയാ? സൂറത്ത് യാസീൻ, തബാരക, വാഖിഅ. ഈ 3 ഉണ്ടായിരിക്കണം. എല്ലാ രാത്രിയിലും ഓതിപ്പതിവുള്ളതൊക്കെ അന്ന് ഉണ്ടാവുക എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്കിടയിലൊക്കെ ഇടക്കിടക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദ്വാരക്കലല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു, ഒരാള് അമലിന്റെ ഇടയിലിടയിൽ ഇങ്ങനെ ദ്വാരന്ന് പോവില്ല, അള്ളാഹുവിന് വലിയ ഇഷ്ടം. സ്വർഗത്തിന്റെ 8 കവാടവും തുറക്കാൻ അത് കാരണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കാം. കുറെ വേണ്ട, അല്പാൽപ്പായിട്ട് നല്ലോണം കണ്ണ് നനഞ്ഞങ്ങോട്ട് ദ്വാരന്ന് പോണം. ഓർമ്മ വരണ കാര്യം, ഞാൻ പലപ്പോഴും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളോട് ഒരു ഉപദേശം പറയാറുണ്ട്. നിങ്ങൾക്ക് ദ്വാരക്കാൻ ഓർമ്മ വന്നത് ആ റോഡിൽ വെച്ചാണെങ്കിൽ നേരെ ഖിബിലല്ലേ, അങ്ങ് നിൽക്കുക, ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഹംദ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരക്കാം. ഒതു വേണമെന്നൊന്നുമില്ല, ഹറമാണത് എന്ന് പറഞ്ഞ പോലെ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന ആള്, അല്ലെങ്കിൽ ഏത് അമലുമായി ബന്ധപ്പെട്ട് കുറച്ചു നേരം പടച്ചവന് വേണ്ടി ഹയാത്താക്കാൻ തീരുമാനിച്ചത് ലൈലത്തുൽ ഖദ്റിന് തന്നെ വേണമെന്നില്ല. എപ്പോഴാണെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ മനസ്സ് റീഫ്രഷ് ചെയ്യലാണ്. ഈ കമ്പ്യൂട്ടറിന്റെ മൗസ് വെച്ചിട്ട് റീഫ്രഷ് അടിക്കണ മാതിരി നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാരക്കുന്നത് നമ്മുടെ ഖൽബ് റീഫ്രഷ് ചെയ്യലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു ശീലമായി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ആ മനുഷ്യനില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ഹമ്മുകൾ, അവന്റെ നീറുന്ന ചിന്തകൾ അള്ളാഹു ദൂരീകരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മള് യാസീൻ, തബാരക, വാഖിഅ എങ്കിലും അന്ന് മുടങ്ങാതെ ചെയ്തിരിക്കണം എന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം ഒരു 10ഓളം ദിക്റുകളാണ്. 10ഓളം ദിക്റുകൾ. പറ്റുന്നതൊക്കെ പറ്റുന്നത് ചെയ്യാ. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്താലും ഇതൊക്കെ ഇതിനകത്ത് സൂട്ടബിൾ ആണ്. അല്ലാതെ ഇതെല്ലാം കൂടി ചെയ്യണമെന്നില്ല. 10 ഞാൻ ഏകദേശം ഒരു ഓപ്ഷണലായി പറയാം. 10 ഇഷ്ടമുള്ളത് എടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, وإن أفضل ما يستحب فيه الدعاء ليلة القدر ما جاء عن أم المؤمنين عائشة رضي الله عنها حيث قالت. ഐഷ റളിയല്ലാഹു അൻഹയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ദിക്ർ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹദി അവர்கள் ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദഉ. നബിയെ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്ന പ്രതീക്ഷയിൽ തന്നെ ചെയ്യുന്നത്. യാദൃച്ഛികമായി നമ്മൾ അറിയുന്നില്ലല്ലോ അത് ലൈലത്തുൽ ഖദ്ർ ആണ് എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമോ ആയി എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് എന്റെ മനസ്സ് പറയാണ് എങ്കിൽ, അങ്ങനെ ഒരു ബോധ്യപ്പെടൽ സംഭവിക്കുമ്പോൾ ഞാൻ എന്താണ് നബിയെ കൂടുതൽ അള്ളാഹുവോട് ചോദിക്കേണ്ടത്? ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദിക്ർ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തഖൂലീൻ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അങ്ങനെ ദ്വാരുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്, മാപ്പ് കൊടുക്കൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫു എന്നത് മാപ്പ് മാത്രമല്ല, നമ്മുടെ അഭിമാന സംരക്ഷണവും കൂടിയാണ്. അഫു എന്നത് അതോടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അഫു എന്നത് മാപ്പ് മാത്രമല്ല, നമ്മുടെ അഭിമാന സംരക്ഷണവും കൂടിയാണ്. നാം ചെയ്യുന്ന തെറ്റുകളെ കറക്കളഞ്ഞ അള്ളാഹു മാച്ചുകളെ. അങ്ങനെ ഒരു തെറ്റി മനുഷ്യൻ ചെയ്തിട്ടേ ഇല്ല. അവന്റെ ഏടിൽ അങ്ങനെ ഒരു കറ പോലും ഇല്ല. ഒന്ന് വെട്ടിക്കളയൽ അല്ല, വെട്ടല് പോലില്ല, ചെയ്തത് രേഖപ്പെടുത്തിയ മഷി പോലും മാച്ചു കളയല അഫു. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാപം പൊറുക്കൽ, ഗുഫ്രാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് പറയുന്ന ഗഫറയും അഫയും തമ്മിലുള്ള മാറ്റം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതിലൂടെ നേടിയെടുക്കുന്നത് ആ തെറ്റങ്ങൾ വെട്ടിക്കളയലേ ഉള്ളൂ. എന്നാൽ അത് അവിടെ വെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ അഫു എന്നത് വെട്ടലല്ല, അത് തീരെ കാണാനില്ല, മാച്ചു കളഞ്ഞ, അത് എവിടെയൊന്നും കാണാനില്ല. അതാണ് അഫു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പശ്ചാത്താപ ബോധത്തോടു കൂടെ ചെയ്യണമെന്ന് ആയിഷ ബീവിയോട് പറയുമ്പോൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ അതൊരു 100 ചൊല്ലണം എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഒറ്റയിരിപ്പിന് ചൊല്ലണ്ട, കുറേശ്ശെ ചൊല്ലാവുന്നതാണ്. 100. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ദുആ പോലെ അങ്ങനെ കരഞ്ഞു പറയണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഒന്നത്. രണ്ടാമത് പറയാം,
الإكثار من الاستغفار للنفس ولجميع المؤمنين والأموات. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം, അള്ളാഹുവോട് പുറത്തു തരാൻ ഇസ്തിഗ്ഫാർ. അത് സ്വന്തം നഫ്സിനുണ്ട്. സ്വന്തം നഫ്സിന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അതും കൂടി ചേർത്തോ. അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും കൂടിയിട്ട് ചേർക്കാം. അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. ഇന്നക മുജീബുദ് ദഅവാത്ത്. അത് ഒരുപാട് വേണമെന്നില്ല, അത് പറ്റുന്നുള്ളൂ. എന്തായാലും സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. പുണ്യ നബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫർജാ. അല്ലാഹുവോട് പാപം പൊറുക്കണേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആള് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിക്കുന്ന ആള്, അത് മനസ്സിൽ തട്ടിങ്ങനെ കണ്ണടച്ച് പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഇടുങ്ങി നിൽക്കുന്ന ഏത് സാഹചര്യത്തെയും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫർജാ. അവന്റെ മനസ്സിന്റെ നീറുന്ന ചിന്തകളെ അല്ലാഹു അഴിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബു. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന് അവന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാനുള്ള സാമ്പത്തികമായ മറ്റു ആവശ്യങ്ങൾ മുഴുവനും ഈ ദിക്ർ കഴിഞ്ഞ രാത്രിയിൽ അവൻ ചൊല്ലിയതിന്റെ പേരിൽ അല്ലാഹു ആ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവൻ വിചാരിക്കാത്ത ഭാഗത്തുകൂടി അവന്റെ റിസ്ക് ഒഴുകി ഒഴുകി വരുമേ നബി മുഹമ്മദ് മുസ്തഫ. ഏതാണ് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. അതാണ് രണ്ടാമത് പറയാനുള്ളത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മനസ്സിൽ തട്ടി എല്ലാ രാത്രിയിലും അല്ലാഹുവോട് ഞാൻ ഇത് ചൊല്ലലുണ്ട്. മിൻ അക്സറ മിൻ 70 മറ, 70 കുറയാതെ. ഒരു റിവായത്തിനുണ്ട് എത്ര നമുക്കറിയാലോ, എത്രയുണ്ട് റസൂലുള്ളാഹി ചൊല്ലല്? 100 എന്നൊരു റിവായത്തിലുണ്ട്. 70 കുറയാതെ എന്ന് ബുഖാരിയുടെ റിവായത്തിലുണ്ട്. ഇനി കേട്ടോളാൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഇൻ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസ് യഖൂൽ റബ്ബി ഗ്ഫിർ ലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ദിക്റുകൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ കുറച്ച് പറഞ്ഞിരുന്നു. ഞാൻ വാട്സാപ്പിലൊക്കെ പലർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം പറഞ്ഞൊരു ദിക്റാണ് റബ്ബി ഗ്ഫിർ ലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റസൂലുള്ളാഹിയുടെ ദിക്റാണിത്. നിബിതങ്ങൾ ഇത് അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി. നിബിതങ്ങൾ ഇത് ചൊല്ലുമ്പോ ഞങ്ങൾ എണ്ണ എടുത്തപ്പോ കിട്ടിയത് 100 വട്ടമായിരുന്നു. 100 വട്ടമായിരുന്നു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. സൂറത്ത് നൂഹ്. ഒരുപാട് നിഅമത്തുകൾ ഒഴുകി വരാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം റസൂലുള്ളാഹി 100 വട്ടം ചൊല്ലിയിരുന്നു. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന ആളോട് പറയട്ടെ, നമ്മൾ 100 അല്ല അത് ചൊല്ലേണ്ടത് 1000 വട്ടം. എത്രയാ? 1000 വട്ടം കഴിയുമെങ്കിൽ ഒന്ന് ചൊല്ല. 1000 വട്ടം നിർബന്ധമില്ല കേട്ടോ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം 1000 വട്ടം. ഇപ്പൊ 2ആയി. ആദ്യം പറഞ്ഞെന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ 100 എന്നത് 100 തന്നെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് 100ൽ കുറയരുത്. 1000 ബെറ്റർ ആണ്, ഏറ്റവും ബെറ്റർ. 1000 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് 1000 ഏറ്റവും നല്ലത് 1000 ആണ്. 2 എണ്ണമായിട്ടോ.
ഇനി കേട്ടോളൂ, ആ രാത്രിയിൽ നമുക്ക് സദഖ ചെയ്യല് പ്രത്യേകം, രാത്രിയിൽ സദഖ ചെയ്യൽ ഒരു പ്രത്യേക സുന്നത്തുണ്ടേ. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന രാത്രിയിൽ സദഖ കൊടുക്കൽ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞതാണ്. മൂന്നാമത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് മൂന്നാമത്തേത്. എണ്ണം ഞാൻ പറയട്ടെ, 1000. സ്വലാത്തിൽ കുറവ് വേണ്ട. അന്ന് നമ്മൾ ചൊല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ ആകേണ്ടതും സ്വലാത്ത് തന്നെ. ഒരൽപ്പം കയറ്റി വെക്കേണ്ടത് സ്വലാത്താണ്. ഒരെണ്ണെങ്കിലും കൂടുതലില്ല. എല്ലാ 1000 ചൊല്ലിന്ന് വെച്ചോ, സ്വലാത്ത് എത്ര എണ്ണം? ഒരിത്തിരി അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്നിന് ഓരോ അളവാ. നമ്മളിപ്പോ 1 ടീസ്പൂൺ ഉപ്പിടുന്നോടത്ത് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ പറ്റില്ല, ചിലപ്പോ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പറ്റില്ല. ഓരോന്നിനും ഓരോ അളവാ. സ്വലാത്തിന്റെ അളവ് എപ്പോഴും നിലവിലുള്ളതിനേക്കാൾ ഒരു ഇത്തിരി കയറി നിൽക്കണം. അതാണ് സ്വലാത്ത്. നിലവിലുള്ള നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ സ്വലാത്തിന്റെ കാര്യം ഒരു ഇത്തിരി കയറ്റി വെക്കണമെന്നാണ്. സ്വലാത്താണെങ്കിൽ 100 എണ്ണല്ല. സ്വലാത്ത് പരമാവധി സ്വലാത്തിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഒന്നും കുഴപ്പമില്ല, 2 പാത്രം കൂടി കഴുകാൻ പൊയ്ക്കോ, കുഴപ്പമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ എണ്ണം 1000 എങ്കിലും കഴിയുമെങ്കിൽ ചെയ്യുക. ഏത് സ്വലാത്തുമാവാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ് ഇന്നി ഉക്തിറു സ്വലാത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി ഖാല മാ ശിഅത ഖാല ഖുൽതു റുബഅ ഖാല മാ ശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക സയ്യിദുനാ റസൂലുള്ളാഹി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞല്ലോ, ഞാൻ അമൽ ചെയ്യാനായി മാറ്റിവെക്കുന്ന സമയമുണ്ട് നബിയേ. ആ സമയത്തിന്റെ 1/4 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടിയാ മാറ്റിവെച്ചിട്ടുള്ളത്. അമൽ ചെയ്യാനായിട്ട് ഒരുങ്ങി മാറി നിൽക്കുന്ന ഒരു നേരമുണ്ട്. എല്ലാ സഹാബികൾക്കും ഉണ്ട് കേട്ടോ, നമുക്കല്ലാത്തുള്ളൂ. അമലിന് വേണ്ടി ഞാൻ തങ്ങളെ ഓർക്കുമ്പോൾ SMK തങ്ങൾ പറയാറുണ്ട്, 2 മണിക്ക് എണീറ്റ സുബഹി വരെ ഒരു ശല്യമില്ല. തങ്ങൾ ആ നേരത്ത് കാണാൻ ആരും വരലില്ല. വർഷങ്ങളായി ആ 2 മണി മുതൽ സുബഹി വരെ മൂപ്പര് അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ്. അത് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു സ്ഥലത്ത് വഴുത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അന്ന് അവിടെ ദ്വാരക്കാൻ തങ്ങളാണ് ഉണ്ടായത്. ദ്വാരക്കണ്ട് തങ്ങളാണ്, വഴുത് പറയേണ്ടത് ഞാനാണ്. അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ 2 മണിയായപ്പോൾ മൂപ്പര് ചാടി ഒരു നെടുവീർപ്പോടുകൂടെ അല്ലാഹ് ഇന്നും ആ രാത്രി പോയല്ലോ എന്നുള്ളൊരു വിഷമത്തില് ഇങ്ങനെ പറയാണ്. ഞാൻ ചെന്തൂറ്റി ഞങ്ങളെന്ന് വെച്ചു, ഒന്നുമില്ല, 2 മണിക്ക് നമ്മൾ എണീക്കുന്ന ഒരു സമയമാണ്. പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയാൽ മതി. ഞാനത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കയറി എന്താണെന്ന് ആ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ച് തങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വർഷങ്ങളായി 2 മണി തിരഞ്ഞെടുത്തേക്കണേ. സ്വഹാബികളൊക്കെ ഒരു സമയം മാറ്റിവെക്കലുണ്ട് അവരുടെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളുണ്ടല്ലോ, അങ്ങനെ നമ്മളിൽ പലരുണ്ട്. ഒരുപാട് ഇബാദത്തുള്ളവരൊക്കെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്നത്. പറയാറുണ്ടല്ലോ, മഗ്രിബ് കഴിഞ്ഞാണ് തുടങ്ങിയ ഇശാവാങ്കും വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. എവിടെ? നിസ്കാരപ്പായിൽ ഒരൊറ്റ ഇരിപ്പ. ചിലർ പറയാറുണ്ട്, ലോഹറിന് അങ്ങ് കയറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ റാഹത്തായിട്ടാണ് ഇരുന്ന അസറും കൂടി നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വരാറ്. കാരണം ഒരു ശല്യമില്ലാത്ത സമയത്ത്, പിള്ളേര് വീട്ടിലില്ല, ആരുമില്ല, ഒരു ശല്യമില്ലാത്ത സമയം. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ സുബൈ കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇഷറാഖ് നിസ്കാരം അല്ലെങ്കിൽ ദുഹയും കൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കലുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ട്, നമ്മൾ കാണലുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കുണ്ട് അങ്ങനെ ഒരു ഒഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, നബിയെ ഞാനിങ്ങനെ ചൊല്ലാൻ വേണ്ടി ഇരിക്കുന്നതിന്റെ സമയത്തിന്റെ, ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന 3-ാമത്തെ ദിക്ർ സ്വലാത്തല്ലാണ്, റസൂലുള്ളാഹിയുടെ പേരുള്ള സ്വലാത്താണ്. ഞാനങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആ സമയത്തിന്റെ 1/4 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തന്നെ. ഞാൻ എത്ര ചൊല്ലണമെന്ന് ചോദിച്ചു. ചൊല്ലുന്നത് കൂടുതലെന്ന് തോന്നല്ല ചോദിച്ചു പോയതെന്ന് ഈ ഹദീസിന്റെ സൂചന ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ. ഞാൻ 4/1 ചൊല്ലുന്നുണ്ട് നബിയെ. മോനെ നീ ഉദ്ദേശിച്ച് ചൊല്ലിക്കോ. ഫഇൻ സിത്ത, അതിൽ കൂടുതൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ ഫഹുവ ഖൈറുൽ ലക, അത് ഗുണാണ് ട്ടോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞെന്നാ ഞാൻ പകുതിയും, ഞാൻ ആ മാറ്റിവെച്ചിരിക്കുന്ന സമയം പകുതിയും സ്വലാത്തിന് വേണ്ടിയാക്കട്ടെ നബിയേ
അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ഇഷ്ടം പകുതിയേക്കാളും കൂട്ടാൻ നിനക്ക് കഴിഞ്ഞാൽ ഖൈറല്ലാതെ മറ്റൊന്നുമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പ സ്വഹാബി പറഞ്ഞു, നബിയേ, എന്നാൽ ഞാൻ 2/3 സ്വലാത്തിന് വേണ്ടി മാറ്റാം. പകുതിയേക്കാൾ കൂടുതലല്ലേ? 2/3 ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ഇഷ്ടം, നീ അത് വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഖൈറ്. എന്നാൽ നബിയേ, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ആ മാറിയിരിക്കുന്ന സമയം മുഴുവനും സ്വലാം നബിയേ, സ്വലാത്ത് കൂടുതലാവട്ടെ, സ്വലാത്ത് തന്നെയാവട്ടെ. قال النبي صلى الله عليه وسلم إذا تكفى همك ويغفر لك ذنبك. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. എന്നാൽ നിന്റെ നീറുന്ന ചിന്തകൾ മാറാൻ, ടെൻഷനില്ലാതെ ജീവിക്കാൻ ആ സ്വലാത്തിന്റെ വർധനവ് കൊണ്ട് സാധ്യം. നിന്റെ പാപം പൊറുക്കാൻ അത് തന്നെ മതിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്നവർ, ഹയാത്താക്കാൻ തീരുമാനിച്ചവര്, മൂന്നാമത് പറയട്ടെ, സ്വലാത്ത് 1000 ചൊല്ലണം. സ്വലാത്ത് 1000 ചൊല്ലണം. ഇത്തിരി കടുപ്പിച്ച പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹ്, 100ൽ കുറയേണ്ട, 1000 ചൊല്ലിയാൽ നല്ലതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വലാത്ത് എത്ര ചൊല്ലണം? ഇതൊരു തസവുഫിന്റെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ 3 കാര്യം പറഞ്ഞു. ഇനി 5 ദിക്റുകൾ ഒരുമിച്ച് പറയാം. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഇപ്പൊ മൊത്തത്രേ 8 എണ്ണായി. മറക്കരുത്. 1 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, കഴിയുമെങ്കിൽ 100 എണ്ണം ചൊല്ലാം. രണ്ടാമത് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 100 എണ്ണം എന്തായാലും ചൊല്ലാം, കഴിയുമെങ്കിൽ 1000 ചൊല്ലാം. മൂന്നാമത് പറഞ്ഞത് നിർബന്ധമായും 1000 സ്വലാത്ത് ചൊല്ലാം. 4, 5, 6, 7, 8 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ഒരുമിച്ച് ചൊല്ലാൻ പറ്റിയാൽ ഒരുമിച്ച് ചൊല്ലാൻ നിർബന്ധമില്ല. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് മാത്രം, അൽഹംദുലില്ലാഹ് മാത്രം, അല്ലാഹു അക്ബർ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, ലാ ഹൗല മാത്രം. ലാ ഹൗല ചൊല്ലുമ്പോ തുടങ്ങുന്നത് ലാ ഹൗല ഒന്ന് ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. അതിനുശേഷം ഇനി ചൊല്ലണ്ടി എന്ത് ചെയ്യണം? അടുത്തത് മുതൽ വാവ് കൊടുക്കണം. ഏത് വാവ്? കറുത്ത വാവും വെളുത്ത വാവും അല്ല. വാവ് അറബിയിലെ വാവില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ഈ പറയപ്പെട്ട 5 ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ഈ 5 ദിക്റിന്റെ കോഴ്സ് അത് 100 എണ്ണാണ്. എല്ലാ ഹദീസിലും അങ്ങനെ കണ്ടേക്കും. 100 എണ്ണം പറ്റുമെങ്കിൽ 100 വീതം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ 100 ആണ്. 100 വീതം, 100 വീതം പറ്റുമെങ്കിൽ 100 വീതം ഓരോന്നും പറയാം. അപ്പൊ 8 എണ്ണത്തിലപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് 8 എണ്ണത്തിലാണ് നിൽക്കുന്നത്. ആ 8 കഴിഞ്ഞിട്ട് 9ാമത്തേത് പറയാം. 9ാമത്തേത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 100 എണ്ണം പറ്റുമെങ്കിൽ ചൊല്ലാം. 100 എണ്ണം ചൊല്ലുന്നത് നല്ലതാണ്. ഹയാത്താക്കാനുള്ള നേരം വിളിക്കണവരെ പരിപാടി വേണമല്ലോ. 10ാമത്തെ ദിക്ർ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അത് നിങ്ങളുടെ ഇഷ്ടം എത്ര എണ്ണെന്ന്. പക്ഷെ അതിനൊരു എണ്ണമുണ്ട്. ഓർമ്മയുണ്ടോ? 1479 അതിന്റെ എണ്ണം. ഭയങ്കര ഫലമാണിത്. ഒരാവശ്യം നടക്കാൻ അതങ്ങ് ചൊല്ലിയാൽ മതി. എത്ര വട്ടം? 1479. അത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നതിന്റെ അബ്ജദ് കണക്കാണ്. ഈ ദിക്ർ കൂടുതൽ ചൊല്ലാൻ പറയുന്ന ആളായിരുന്നു മഹാനായ ശൈഖുന ചെറുവാളൂർ ഉസ്താദ്. ഉസ്താദ് ഉപയോഗിച്ച കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? 1479. 1479 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 1479. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 10 എണ്ണം നമ്മൾ